ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ, മൈസൂരു. 1892 ചാമരാജേന്ദ്ര വാദ്യാർ ചക്രവർത്തി നിർമ്മിച്ച ഈ മൃഗശാല ഇന്ത്യയിലെ ആദ്യത്തെ സുവോളജിക്കൽ ഗാർഡനാണ്. രാവിലെ ഇവിടെ തടിച്ചുകൂടിയ സന്ദർശകരുടെ തിക്കും തിരക്കാണ് നമ്മൾ കാണുന്നത്. കുറ്റിയും കുറച്ച് കുറേ ആൾക്കാർ വരും. കഠിനമായ ചെക്കിങ്ങിലൂടെ വേണം നമ്മൾ അകത്തേക്ക് കടക്കാൻ. ഭക്ഷണം, പ്ലാസ്റ്റിക്, ലോഹങ്ങളൊന്നും അകത്ത് കടത്തിവിടില്ല. ആരും അച്ചപ്പവും മുറുക്കും മിസ്റ്ററൊന്നും ആയിട്ട് അകത്തേക്ക് വരരുത്. ജാതി മത പ്രായ ഭേദമന്യേ ഓരോരുത്തരും ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ. അങ്ങനെ നമ്മൾ ബോർഡിംഗ് ഗേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ മുല്ലപ്പൂ വെച്ചൊരു കന്നഡ ചേച്ചിയുണ്ട് നമ്മളെ ടിക്കറ്റ് പരിശോധിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ചെക്കിങ് കഴിഞ്ഞു. മനോഹരമായ 150 ഏക്കർ സുവോളജിക്കൽ ഗാർഡനിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കയറി വരുന്നിടത്തായിട്ട് പക്ഷികളുടെ ഒരു ഗാർഡനാണ്. ഇവിടെ ധാരാളം പച്ചമയിലും മഞ്ഞമയിലും കറുപ്പുമയിലൊക്കെ ഉണ്ട്. അങ്ങനെ കൂടുതൽ പക്ഷികളിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. അങ്ങനെ പക്ഷികളുടെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മളെത്തുന്നത് കാട്ടിലെ ഭീകരന്മാരിലേക്കാണ്. കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന ബംഗാൾ കടുവ. മോർണിംഗ് റൊട്ടീൻസ് കഴിഞ്ഞ് ഗുഹയിൽ നിന്നും പുറത്തേക്ക് വരുന്നു. ബംഗാളിലെ കൂരിരുൾ കാടുകളെ വിറപ്പിച്ച വന്ധ്യവയോധികനായ ഒരു ബംഗാളി കടുവയാണ്. തൻ്റെ കൗമാരപ്രായം ബംഗാളിലെ ഉൾക്കാടുകളെ വിറപ്പിച്ച ആ ധീരശൂര പരാക്രമി എൻ്റെ വാർദ്ധക്യകാലം ഈ സൂ ഗാർഡനിൽ നട്ടം തിരിയുന്ന ദയനീയ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഈ വാർദ്ധക്യത്തിൽ മയത്ത് ചൂടാനൊരു കുട പോലില്ലാതെ മയനിറഞ്ഞ് നട്ടം തിരിയുന്ന കാട്ടിലെ രാജാവിൻ്റെ ദയനീയ അവസ്ഥയാണിത്. അടുത്തത് കാട് ഭരിക്കുന്ന കാട്ടിലെ രാജാവ് സിംഹത്തിൻ്റെ ഒരു സിംഹിണിയാണ്. രാവിലെ എണീച്ചിട്ട് ഇന്ന് ആരെ കൊല്ലുന്ന ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലും പല്ലെല്ലാം ഒന്ന് ഷാർപ്പാക്കാൻ വേണ്ടിയുള്ള എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ മരത്തിൽ കെട്ടി തൂക്കിയിരിക്കുന്ന എന്തോ സംഭവത്തിലേക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കയറി പിടിച്ചു. ഇനി അങ്ങോട്ട് അവരുടെ എക്സസൈസാണ്. അങ്ങനെ ലേഡി ലയൻ്റെ കുൽസിതങ്ങൾക്ക് ശേഷം നമ്മൾ മറ്റൊരു ഭീകരൻ്റെ മുമ്പിലേക്ക് എത്തുന്നു. കറുമ്പൻ കരടി, നമ്മുടെ നാടൻ പ്രദേശങ്ങളിൽ കാണുന്ന നാടൻ കരടി. ഈ കരടിക്കൊരു പ്രത്യേകത ഉണ്ട്. മനുഷ്യർക്ക് അധികം ബുദ്ധിമുട്ടുകളില്ലാതെ ഉത്തരവാദിത്തമുള്ളൊരു ജീവിയാണ് കരടി. അപ്രതീക്ഷിതമായി നമ്മൾ കരടിയുടെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാര്യങ്ങളൊക്കെ കരടി ഉത്തരവാദിത്തോടെ ചെയ്തു തരും. അപ്പോൾ മടിയന്മാർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും അത്. അങ്ങനെ നമ്മളൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് കരടി. കാണുമ്പോൾ ഭയങ്കര ഭീകരവനാണ്, സ്വഭാവം അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ നടന്ന് നീങ്ങുമ്പോൾ മനോഹരമായ കോമ്പൗണ്ടിനുള്ളിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഇതാണ് രാജകീയമായ വാഹനമാണിത്. ഇതിലാണ് ഇവരെ ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ രാജകീയമായ വാഹനങ്ങൾ കണ്ടു ശേഷം നമ്മൾ കോമ്പൗണ്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്, ജനസാഗരങ്ങൾക്കിടയിലൂടെ. അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അടുത്തതായി കുരങ്ങുകളുടെ അധോലോകമാണ്. ആദ്യമായി ഒരു ഗൊറില്ലയാണ്. ഗൊറില്ല സ്റ്റക്കാണ്, ഒരേ ഇരുത്തം. ഇത് കാണുമ്പോൾ ഞാൻ എൻ്റെ സുഹൃത്ത് അൽസാഹിദിനെ ഓർമ്മിച്ചു പോകുന്നു. അങ്ങനെ ഒരു സൈഡിലെ ഇരുത്തം മതിയാക്കി മറ്റൊരു സൈഡിലേക്ക് ഇരിക്കാൻ വന്നു. സമാധാനിക്കുമ്പോൾ കുറച്ച് ഫുഡ് കഴിച്ച് ഡിപ്രഷൻ മാറ്റും, പിന്നെയും ഡിപ്രഷനിലേക്ക് പോവും. അങ്ങനെ എല്ലാവരും ഡിപ്രഷനിലല്ല. ഇതാ അടുത്തൊരു പൊളി മച്ചാനുണ്ട് അപ്പുറം തന്നെ. മച്ചാൻ ഒരു വൈബാണ്. മോർണിംഗിൽ തന്നെ എന്തോ കുസൃതിയിലാണ്. ഇത് മറ്റൊരു തരം കുരങ്ങാണ്. ഭക്ഷണം കഴിക്കുന്നവരൊക്കെ
കണ്ടാസ്വദിക്കാൻ പറ്റിയ നല്ലൊരു പ്രത്യേകതര കുരങ്ങുകളാണ്. ഇത് അസുഖമല്ല, ഇവരെ ബോഡി ഷേപ്പ് ഇങ്ങനെയാണ്. ബേക്കിലൊരു സുന്ദരമായിട്ടുള്ള പാർട്ടുണ്ട്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നിങ്ങളുടെ കണ്ണുകൾ അവരുടെ ബാക്ക് സൈഡുള്ള പാർട്ടിലേക്ക് ഫോക്കസ് ചെയ്യാം. വാവ്, എന്തൊരു മനോഹരം. അങ്ങനെ മറ്റൊരു കുരങ്ങ് ഇവിടെ തൂങ്ങിച്ചാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ അടുത്തതായി റൈനോസറാണ്. ഒറ്റക്കൊമ്പം, വലിയ കാട്ടുപോത്തിൻ്റെ ശരീരവും പിഞ്ചു കുഞ്ഞുങ്ങളെ മനസ്സുള്ളൊരു വളരെ സാധുവായിട്ടുള്ളൊരു ജീവിയാണ് റൈനോസർ. പ്രത്യേകിച്ച് അവരോട് ഒരു വൈരാഗ്യവും ഇല്ല. അതുകൊണ്ട് തന്നെ അടുത്ത ജീവിയിലേക്ക് പോവാണ്. ഇതാണ് കേറ്റ് വർഗത്തിലെ ഏറ്റവും വേഗതയേറിയ ചീറ്റപ്പുലി. ചീറ്റപ്പുലിക്കൊക്കെ വേറെ കുറച്ചുകൂടി ഗുമ്മുള്ള പേരാവുമായിരുന്നു. ചീറ്റപ്പുലി പകരം റിസാൽ അലി എന്നൊക്കെ പറയുമ്പോൾ വിളിക്കാൻ തന്നെ ഭയങ്കര ഒരു ഗുമ്മുണ്ടാവുക. റിസാൽ, കം ഓൺ റിസാൽ, ഗെറ്റ് അപ്പ്, ഗെറ്റ് റെഡി, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ചീറ്റപ്പുലിയുടെ കാഴ്ചകൾ കഴിഞ്ഞ് കാഴ്ചക്കാർക്കിടയിലൂടെ അടുത്ത നമ്മൾ സീബ്രയിലേക്കാണ് പോകുന്നത്. ഈ സീബ്രയിൽ നിന്നാണ് നമ്മളെ ക്രോസിംഗ് ലൈനായ സീബ്ര ഉത്ഭവിച്ചത്. സാധുക്കളായ സീബ്രകൾ പുല്ല് നിന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വളരെ പാവങ്ങളാണ്, പുല്ല് തിന്നാൽ മാത്രമേ അറിയൂ. അടുത്തതായി നമ്മുടെ വനങ്ങളിൽ കാണുന്ന നമ്മളെ നാട്ടുകാരായിട്ടുള്ള കരടികളാണ്. നാട്ടുകാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഈ കരടികളുടെ ഒരു പ്രത്യേകത, ഈ കരടിക്ക് ആക്രമിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ആക്രമിക്കും. അത്ര ഒരു പ്രത്യേക ഒരു മാന്യനായ മഹാനാണ് ഈ നമ്മളെ നാടുകളിൽ കാണുന്ന മുഖത്തൊരു വെള്ള നിറമുള്ള കരടി. ദിവസവും ആയിരക്കണക്കിന് സന്ദർശകരുണ്ടെങ്കിലും അവരൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വളരെ മനോഹരവും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സൂളജിക്കൽ ഗാർഡനായത്. അടുത്തതായി കുറുനരി. ധാരാളം കുറുനരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണാം. നിങ്ങൾ ആ കുറുനരിയെ കാണുന്നുണ്ടോ ഗൈസ്? ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ടുള്ള പല സൈസ് നായ്ക്കളെ നമ്മൾ അവിടെ കാണാൻ കഴിഞ്ഞു. ശേഷം നിങ്ങൾക്ക് ഇവിടെ നല്ല മനോഹരമായ നിർമ്മിതികൾ ഇതിൻ്റെ അകത്തുണ്ട്. ആയിരക്കണക്കിന് സന്ദർശകർ ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നെങ്കിലും അവരെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും മനോഹരവും വിശാലവുമാണ് ഈ മൈസൂരു സൂളജിക്കൽ ഗാർഡൻ. അടുത്തത് ബ്ലാക്ക് ബക്കാണ്. നമ്മുടെ മലയാളത്തിൽ കസ്തൂരിമാൻ എന്നൊക്കെ പറയുന്ന സാധനമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒറ്റ നോട്ടത്തിൽ നമുക്കതിന് ജീവനുണ്ടോ പ്രതിമയാണോ എന്നൊരു സംശയം തോന്നിപ്പോവും. പൊതുവേ മാൻവർഗങ്ങളിൽ എല്ലാവരും എപ്പോഴും ഭയങ്കര അലർട്ടായിരിക്കും. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും കളിക്കുകയാണെങ്കിലും ഒക്കെ തൻ്റെ ചുറ്റുപാടിലേക്ക് എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കും. അടുത്തതായി മാനുകളുടെ വലിയ കൂട്ടങ്ങളാണ്. ഒരുപാട് മാനുകളുണ്ട്. ഇത് മറ്റൊരു തരം മാനുകളാണ്. വലിയ രോമങ്ങളുള്ള രോമൻ മാൻ, വലിയ കൊമ്പുകളുണ്ട്. അടുത്തത് വളരെ ഉയരം കുറഞ്ഞ കുള്ളം മാനുകളാണ്. ഇവരെ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് കുനിയേണ്ടി വന്നു. മാനുകൾ അവരുടെ ഭക്ഷണം കഴിക്കുകയാണ്. അവരെ ഭക്ഷണത്തിൽ തട്ടിപ്പറിച്ച് കഴിക്കുന്ന പ്രാവുകളെയും കാണാൻ കഴിയുന്നുണ്ട്. മൃഗശാല പരിപാലിക്കുന്ന നൂറുകണക്കിന് സ്റ്റാഫുകളുണ്ട് ഇവിടെ. ഡോക്ടർമാരും അതുപോലെ മറ്റു ഉദ്യോഗസ്ഥരും ക്ലീനിങ്ങിനായിട്ടുള്ള സ്റ്റാഫുകളും വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടും മനോഹരമായിട്ടും വൃത്തിയോടുകൂടി ഇവർ ഈ മൃഗശാലയെ പരിപാലിക്കുന്നുണ്ട്. ഇത്തരം പോസ്റ്ററുകൾ ഇവിടെ എല്ലാ മൂലകളിലുണ്ട്. പോക്കറ്റ് അടിക്കാരെ സൂക്ഷിക്കുക,
അപ്പോൾ പോക്കറ്റിൻ്റെ ഉള്ളവരും പോക്കറ്റ് അടിക്കുന്നവരും സൂക്ഷിക്കുക. അടുത്തതായി കരയിലെ ഏറ്റവും വലിപ്പമുള്ള ജീവിയാണ് നമ്മുടെ നാടുകളിൽ കാണുന്ന നാടൻ ആനയാണ്. ഒരു മൃഗശാലക്കപ്പുറം ഇതൊരു റിഹാബിലിറ്റേഷൻ സെൻറ്റർ കൂടിയാണ്. പ്രായമായതും രോഗങ്ങളുള്ള വന്യജീവികളെ ഇവിടെ എത്തിച്ച് ശാശ്വതമായ ചികിത്സ നൽകി അവരെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്തിക്കുന്നു. ഇതൊരു തണൽ പോലെ പ്രവർത്തിക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ അത്തരം ജീവികൾ പലതും ഉണ്ട് ഇവിടെ, അത്ര വലിയ ആരോഗ്യവാന്മാരല്ലാത്തത്. അടുത്തതായി നമ്മുടെ നാടുകളിൽ കാണുന്ന കാട്ടുപോത്താണ്. ഇത് കാട്ടുപോത്ത്. അങ്ങനെ ഡയറ്റ് കഴിഞ്ഞ് ഫുഡ് കഴിക്കുകയാണ് നമ്മളെ ജിമ്മൻ പശു. അടുത്തതായി ആഫ്രിക്കൻ ആനയാണ്. ആഫ്രിക്കൻ ആനയുടെ ഒരു പ്രത്യേകത, ഈ ആഫ്രിക്കൻ ആനയുടെ ചെവി വലിയ ചിറക് പോലെ ഉണ്ടാവും, പക്ഷെ ഇവർക്ക് പറക്കാൻ കഴിയില്ല. ഇവിടെ കുടിവെള്ളവും ടോയ്ലറ്റും എല്ലാ ജംഗ്ഷനിലും കോർണറിലും ഉണ്ട്. അടുത്തതായി മീർക്കാറ്റാണ്, നീർനായി. നമ്മുടെ പറമ്പിലെ തേങ്ങയും മറ്റു സാധനങ്ങളും കരണ്ട് തിന്നുന്ന മുള്ളം പന്നി ഇവിടെയുണ്ട്. അങ്ങനെ കിലോമീറ്റർ സഞ്ചരിച്ച് വിശന്നവശനായിരിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ ഇവിടെ റെസ്റ്റോറൻറ്റും ഉണ്ട്. ഉറങ്ങുന്നൊരു കാണ്ടാമൃഗമാണിത്. ഇവിടെയും മാനുകളുണ്ട്, വ്യത്യസ്തങ്ങളായ മറ്റൊരു മാനുകൾ. അടുത്തതായി നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട പാമ്പുകളുടെ സെക്ഷനാണ്. ഇത് ഒരു പ്രത്യേകതരം പെരുമ്പാമ്പാണ്. നമ്മുടെ നാടുകളിൽ കാണുന്ന സാധാ പെരുമ്പാമ്പുകളാണ്, വിഷമില്ലാത്ത നാടൻ പെരുമ്പാമ്പ്. ഇത് ചേര. അടുത്തതായി കാട്ടിലെ രാജാവ് എന്നറിയപ്പെടുന്ന രാജവെമ്പാലയാണിത്. സൺബാത്തിനിറങ്ങിയ കുറേ ആമകളാണിത്. അങ്ങനെ ആമകളുടെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ്. ഇവിടെ ബഗ്ഗി ബസ് സർവീസും ഉണ്ട്. ഇതിൽ നമുക്ക് സൂവോളജി യാത്ര ചെയ്യാം. അങ്ങനെ അവസാനം നമ്മൾ കാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ ജീവിയായ ജിറാഫിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. ഒരുപാട് ജിറാഫുകളുണ്ട്. ജിറാഫുകൾ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ക്യാമറകൾക്ക് പരിധിയുണ്ട് ഷൂട്ട് ചെയ്യുന്നതിനായിട്ട്. ജിറാഫ് അഥവാ ജാഫർ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ ജിറാഫിൻ്റെ ചവിട്ടും വളരെ ബ്യൂട്ടിഫുള്ളാണ്. ചവിട്ട് കിട്ടിയവർ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുക. പിന്നെ ഈ സൂവോളജിക്കൽ ഗാർഡൻ്റെ കാഴ്ചകളുടെ അവസാനിക്കുകയാണ്. വളരെ മനോഹരമാണ്. 150-ൽ പരം ജീവികൾ ഇവിടെ ഉണ്ട്. എല്ലാത്തിനെയും നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ അസാധ്യമാണ്. എന്നാലും നിങ്ങൾ മൈസൂർ വരികയാണെങ്കിൽ ഈ മൈസൂർ സൂവോളജിക്കൽ പാർക്ക് നിങ്ങൾക്കൊരു ദിവസത്തെ കാഴ്ചകൾക്കുള്ളൊരു വലിയ അനുഭവങ്ങളും അതുപോലെ അനുഭൂതികളും നൽകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു. ഇതാണ് എക്സിറ്റ്. നമ്മൾ എക്സിറ്റ് ചെയ്യാണ്. താങ്ക് യു ഫോർ ദ വാച്ചിങ് ആൻഡ് സപ്പോർട്ട് യുവർ എവറിത്തിങ്. താങ്ക് യു. അപ്പോൾ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.